ഫെയറോസ്കനന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡോഗിനെ വാക്കിങ്ങിന് പുറത്തേക്ക് എടുത്തുകൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയണേ. അപ്പൊ നമ്മൾ ഡോഗിനെ പുറത്തേക്ക് വാക്കിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ശരിക്കും ഹെവി ബ്രീഡുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അവരെ എനർജിയൊക്കെ ഒന്ന് ലോസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വാക്സിൻ ട്രെയിനിങ് ഒക്കെ ചെയ്തേക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. സാധാരണ ഡോഗൊക്കെ ആവുമ്പോൾ കൂട്ടീന്ന് ഇറക്കി വാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുപാട് എനർജി ആയിരിക്കും അപ്പൊ അവർക്ക്. അപ്പൊ അതൊന്ന് ലോസ് ചെയ്ത് അങ്ങനത്തൊക്കെയാണ് പുറത്തേക്ക് കൊണ്ടുപോകണം. പിന്നെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളൊരു ഡോഗിനെ പുറത്തേക്ക് വാക്കിങ്ങിന് എടുത്തേച്ച് പോകുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മൾ കൂട്ടീന്ന് ഇറക്കി നേരെ റോട്ടിലേക്ക് വാക്കിങ്ങിന് എടുത്തേച്ച് പോവാൻ പാടില്ല തെറ്റ്. കാരണം അവര് കൂട്ടിൽ കിടന്നു കഴിയുമ്പോൾ കുറച്ച് ദിവസം ചിലപ്പോൾ പുറത്തേക്ക് ഇറക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര എനർജി ആയിരിക്കും. അപ്പൊ ആ എനർജി ഒന്ന് ലോസ് ചെയ്ത് കളയണം. ശരിക്കും എനർജി ലോസ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് രണ്ട് ബോളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചു നേരം ഒന്ന് ഇട്ടുകൊടുത്തൊന്ന് ഓടി കളിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എനർജി കുറെ ലോസ് ആകും. എനർജി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കൂളായിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് വാക്കിങ്ങിന് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ആയാലും ഒരുപാട് ഫുള്ളിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അത് കുറച്ചു നേരം ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ അവരെ ഒന്ന് ബോളൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് കളിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ എനർജി കുറെ ലോസ് ആവും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വാക്കിങ്ങിന് പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ. പിന്നെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ലീഷ് നല്ല സ്ട്രോങ് ഉള്ള ലീഷ് ആയിരിക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. ലീഷിന്റെ ഹുക്ക് വല്ല കംപ്ലൈന്റും ഉണ്ടാവും. ആ കാര്യങ്ങൾ ചെയ്യണം. ചോക്ക് ചെയിൻ നല്ലതാണോ നോക്കണം. ചോക്ക് ചെയിനൊക്കെ എപ്പോഴും സ്റ്റീലിന്റെ ചോക്ക് ചെയിൻ ആണെങ്കിൽ കംപ്ലൈന്റുകൾ കുറവായിരിക്കും. ഇടയ്ക്ക് പൊട്ടിപ്പോവാനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പൊ അവരുടെ ലീഷും നല്ലതായിരിക്കണം. ചോക്ക് ചെയിൻ കഴുത്തി കിടക്കാൻ ചോക്ക് ചെയിൻ നല്ലതായിരിക്കണം. അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചില ആൾക്കാർ ഡോഗിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കണ്ടേക്കുന്നത് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടും ഒക്കെ ആയിരിക്കും പോണേ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെ കൈ ശരിക്കും 2 കൈയും ഫ്രീ ആയിരിക്കണം. എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം എന്തെങ്കിലും ഇപ്പൊ ആരുടെയും ഒരു കുട്ടികളോ അല്ലെങ്കിൽ വേറെ പേടിയുള്ള ആളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കൈ 2ഉം ഫ്രീ ആയിരിക്കണം. അപ്പൊ 2 കൈയിലും ഒന്നെങ്കിൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ പോക്കറ്റിൽ ഇട്ടേച്ചും പോവാം. കയ്യിൽ പിടിച്ചിട്ട് ഫോൺ ഇതൊക്കെ ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൊണ്ടുപോകണത് എനിക്ക് ഫോണൊക്കെ വരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളത് എടുക്കുമ്പോൾ നമുക്കത്ര വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉള്ള ഏരിയ അല്ല. അവിടെ വേറെ ഡോഗ്സോ അല്ലെങ്കിൽ വേറെ ആളുകളൊന്നും വരില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എടുത്ത് സംസാരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഫോൺ സംസാരിച്ച് വെച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ പിടിയുന്ന ഒരു വണ്ടിയൊക്കെ വന്ന് അപ്പോൾ വണ്ടി കാണുമ്പോൾ ഇവന് വണ്ടികൾ കാണുമ്പോൾ ചാടുന്ന ഡോഗുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആകുമ്പോൾ ആ വണ്ടികളൊക്കെ പിടിയുന്ന വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആള് പോകും. നമ്മൾ ഫോൺ ചെയ്ത് വെച്ചിരിക്കായിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഫോൺ പരമാവധി കൊണ്ടുപോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കൈ 2 എപ്പോഴും ഫ്രീ ആയിരിക്കണം. പിന്നെ ചില ആൾക്കാർ ലുങ്കി എടുത്തിട്ട് ഡോഗിനെ വാക്കിങ്ങിന് എടുത്തുകൊണ്ട് പോകണമെന്നുണ്ട്. അതൊക്കെ ചെറിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പോണ വഴിക്ക് ലുങ്കി ഒന്ന് ലൂസാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പിന്നെ ലുങ്കി കൊടുക്കാൻ നിൽക്കും. ആ നേരത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഡോഗ് കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതൊന്ന് പാൻറ്റിടെ അല്ലെങ്കിൽ ഒരു ബർമോടെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ധരിച്ചിട്ട് നമ്മൾ പരമാവധി വാക്കിങ്ങിന് എടുത്തിട്ടുണ്ടാവും. നമ്മൾ കൈ ശരിക്കും എപ്പോഴും ഫ്രീ ആയിരിക്കും. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഡോഗിനെ കൺട്രോൾ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തേക്ക് വാക്കിങ്ങിന് എടുക്കാൻ പോകുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മാസ്ക് ഇട്ട് ശീലിപ്പിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. മാസ്ക് ഇട്ടേക്കാം. മാസ്ക് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ഇട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. എന്നാലും നമ്മൾ ആൾക്കാരുടെ മേത്തേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഡോഗൊക്കെ ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാണ് വാക്കിങ്ങിന് എടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഡോഗിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ ടോയ് നമ്മൾ കൈപിടിക്കുക. അതെപ്പോഴും നമുക്ക് ഉപകാരപ്രദമായിരിക്കും. അവരുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടാണെങ്കിൽ പോവാണെങ്കിൽ അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ
വീണ്ടും കോൺസെൻട്രേഷൻ മൊത്തം ആ ടോയിലേക്ക് വരും. അല്ലെങ്കിൽ ടോയ് നമ്മുടെ ഇവിടെ കയ്യിൽ കൊടുത്തേക്കാം, വായിൽ കൊടുക്കാം. അപ്പോൾ പിന്നെ അതിങ്ങനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നടന്നോളും. അത് പോവാത്ത രീതിയിൽ നോക്കിയിട്ട് ആളിങ്ങനെ നടന്നോളും. അപ്പോൾ അത് അവൾക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ അതിനകത്തായിരിക്കും മൊത്തം കോൺസെൻട്രേഷൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വാക്കിങ് കൊണ്ടുപോകുമ്പോൾ. പിന്നെ മാസ്ക് ഇട്ട് ശീലിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനിയും ഭാവി കാര്യങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ ഇനിയും പുറത്തേക്കൊക്കെ ഡോഗിനെയൊക്കെ ഇറക്കണമെങ്കിൽ മാസ്ക് ഇടണമെന്നൊക്കെ നിർബന്ധവും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറുപ്പം മുതൽ മാസ്ക് ശീലിപ്പിക്കുക. അത് നല്ല ഓപ്ഷനായിരിക്കും. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ, നല്ല മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പകുതി പ്രശ്നങ്ങളില്ല. വന്ന ആൾക്കാർക്കും പേടിയില്ല. കാരണം മാസ്ക് ഉള്ള കാരണം പിന്നെ ഒന്നും ചെയ്യില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്കും പേടി കുറച്ച് കുറയും. ഈ പേടിയുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് ഡോഗ് കൂടുതൽ ഇതാവണേ. കാരണം അത് ഇവർക്ക് പിടിയെന്ന് മനസ്സിലാവും. അവർക്ക് പേടിയുള്ള ആളെ കാണുമ്പോൾ അടുത്തെത്തുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇങ്ങനെ എന്നെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഒന്നുകൂടി കളിപ്പിച്ച് നോക്കും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Yeah.